ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളായിരിക്കുന്ന മതത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നതെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതും ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് തന്നെയാണ്. സ്കോട്ട് ബെക്കും ബ്രാൻ വൂൾസും രജനി സംവിധാനം നിർവഹിച്ചു വന്ന ഹൊറർ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ഹെർട്ടിക്. സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വാസങ്ങളിൽ നിന്നെല്ലാം എതിരഭിപ്രായമുള്ള ആളെന്നാണ് ഹെറിറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇനി മെല്ലെ നമുക്ക് ചിത്രത്തിൻ്റെ കഥയിലേക്ക് കിടക്കാം. ദൈവ ശുശ്രൂഷകരായി വേല ചെയ്യുന്ന രണ്ട് സിസ്റ്റേഴ്സിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. അവർ കണ്ടുമുട്ടുന്ന ആളുകളെയും കാണുന്ന വീടുകളിലെല്ലാം കയറി മതപരിവർത്തനവും സുവിശേഷവും പ്രസംഗിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്ന രണ്ട് സിസ്റ്റേഴ്സ്. അങ്ങനെ ഒരു ദിവസം, നല്ല മഞ്ഞും മഴയും ഉള്ള ഒരു ദിവസം, ഒരു വൃദ്ധന്റെ വീട്ടിലേക്ക് അവരെത്തുകയാണ്. വൃദ്ധൻ നേരത്തെ തന്നെ പള്ളിയിൽ അറിയിച്ചിരുന്നു തനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്ന്. അതുകൊണ്ടാണ് അവരവിടെ എത്തുന്നതും. വാതിൽ തുറന്നു വന്ന വൃദ്ധൻ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ വീട്ടിലെ ഏതെങ്കിലും സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അവരും തിരക്കുന്നു. എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യയുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവർ മെല്ലെ റിലീജിയൻ്റെ കാര്യങ്ങളിലേക്ക് എത്തുന്നു. ഹ്യൂജ് ഗ്രാൻഡാണ് വൃദ്ധൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. വളരെ വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കെത്താം. പിന്നീട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് തന്നെ മനസ്സിലാകുന്നു അവർ ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ് എന്ന്. അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നീട് നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ഈ ഒരു പടം കാണുന്നതിന് മുമ്പ് പറയാൻ പറ്റിയ ഒരു കാര്യമാണ്, നിങ്ങളുടേതായ വിശ്വാസങ്ങളൊക്കെ കുറച്ചു നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ ചിത്രത്തെ കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ചിത്രത്തിൽ ഹിന്ദുയിസം, ജൈനിസം, ബുദ്ധിസം, ക്രിസ്ത്യനിസം, ഇസ്ലാമിസം അങ്ങനെ എല്ലാ മതങ്ങളെക്കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിത്രം പറഞ്ഞു പോകുന്നത്. സിനിമയ്ക്ക് അകത്തും പുറത്തും വാലിഡായിട്ടുള്ള ഒരു തോട്ട് ഉണ്ടാക്കാൻ തന്നെയാണ് നമ്മുടെ സംവിധായകന് ശ്രമിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ ചിത്രം എന്ന ലേബലിലാണ് വരുന്നതെങ്കിലും ഹൊറർ എലമെന്റ്സ് വളരെ കുറവാണ്. അതായത് ജംപ് സ്കെയർ സീനുകൾ വളരെ കുറവാണ്. ഇവിടെ നമ്മളെ പേടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് റിലീജിയനെ വെച്ച് തന്നെയാണ്. സിനിമയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുത്താൽ അത് ചിലപ്പോൾ നമ്മളെ വേട്ടയാടാനായിട്ട് ഇടയുണ്ട്. അത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൊറർ എലമെന്റ്സ് എന്ന് പറയാം. എന്നാൽ 1-2 ജംപ് സ്കെയർ സീനുകൾസ് ഉണ്ട്. അത് നല്ല വെടിപ്പായിട്ട് തന്നെ സംവിധായകൻ ഒരുക്കിയിട്ടുമുണ്ട്. ചിത്രത്തിലേക്ക് കൂടുതലായിട്ട് വരുമ്പോൾ ഇതൊരു ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡയലോഗിലേക്ക് ശ്രദ്ധിച്ചാലേ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു മാസം മുമ്പ് തന്നെ ചിത്രം മറ്റ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അവിടെയെല്ലാം തന്നെ മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തെ സമീപിക്കാനുള്ള ഒരു ധൈര്യവും വന്നത്. ചിത്രത്തിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളാണുള്ളത്. 2 സിസ്റ്റേഴ്സും നമ്മുടെ വൃദ്ധനും. അഭിനേതാക്കളുടെ മികച്ച പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫിയും ആർട്ട് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു. ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോ റിലീജിയനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കളർ ഗ്രേഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സംഗീതവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു ഹൊറർ സിനിമ ആയതുകൊണ്ട് തന്നെ സംഗീതത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം വേണമെന്ന് നമുക്ക് തന്നെ അറിയാം. ചില സിനിമകൾ കാണുമ്പോൾ നമുക്കതിൻ്റെ ക്ലൈമാക്സ് അത്രയ്ക്കങ്ങ് പിടികിട്ടണമെന്നില്ല. നമ്മളത് അന്വേഷിച്ച് വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സിനിമയായിരിക്കും ഹെറിറ്റിക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഭൂരിഭാഗം പേർക്കും മനസ്സിലാകാം. പക്ഷെ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് തപ്പി നമ്മൾ തീർച്ചയായിട്ടും പോകും. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന വൃദ്ധന്റെ കാര്യങ്ങളിൽ മരണവും ഉയർപ്പും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി 2 വാതിൽ നൽകുന്നുണ്ട്. ഒന്ന് ബിലീഫ് എന്നതും ഒന്ന് ഡിസ്ബിലീഫ് എന്നതും. അതൊക്കെ തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ സിനിമയുടെ ഡയലോഗിലേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ലാഗ് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ബോറടിച്ചേക്കാം. അങ്ങനെ നോക്കുമ്പോൾ സബ് ടൈറ്റിലുള്ള ഒരു തിയേറ്ററിൽ തന്നെ ചിത്രം കണ്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ കണ്ടത് PVR-ലായിരുന്നു. അവിടെ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. സബ് ടൈറ്റിൽ വെച്ച് കാണുവാണെങ്കിൽ നമുക്ക് ഇച്ചിരൂടെ സിനിമയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഇതുവരെ ഈ ചിത്രം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വ്യത്യസ്തമായ ഹൊറർ അനുഭവമായിരിക്കും ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.